ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് കോട്ടർ ഓർ കുട്ടീർ എന്ന ചാപ്റ്ററാണ്. അപ്പം കോട്ടർ എന്ന് പറയുന്നത് മരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു തരം ഹോളാണ്. അതിൻ്റെ ഉള്ളിൽ ഈ പക്ഷികളൊക്കെ ജീവിക്കുന്ന ഒരു ഹോളാണ്. അപ്പം दोपहरी का समय था. सूर्य अग्नि शलाकाओं से पृथ्वी का शरीर दुग्ध कर रहा था. वृक्षों के पत्ते निस्पंद थे, मानो किसी और भयंकर कांड की आशंका से सांस सी साधे खड़े हैं. इसी समय अपने छोटे से कोटर के भीतर बैठे हुए चातक पुत्र ने कहा, पिता. അപ്പം ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നല്ല ചൂടുണ്ട്. ഈ സൂര്യൻ്റെ ചൂട് കാരണം ശലാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ എന്നൊക്കെയാണ് മീനിങ്. അപ്പം അത്രയും ചൂടുള്ള സൺറൈസ് ആണ് വരുന്നത്. ആരോ പോലെയാണ് അത് ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. എന്നിട്ട് അത് കാരണം ഭൂമിയിലെ ഭയങ്കര ചൂടാണ്. എല്ലാ ജീവജാലങ്ങളൊക്കെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത് ഇത്രയും ചൂട് കാരണം. വൃക്ഷോക്ക് പത്തെ നിസ്പന്ദത്തെ, അതായത് ഇലകളൊന്നും അനങ്ങുന്നത് പോലും ഇല്ല, അതിലൊന്നും ഒരു സ്പന്ദനം ഇല്ലാത്തത് പോലെയാണ്. അപ്പം ഇനിയും വരാൻ പോകുന്ന എന്തോ ഒരു വലിയ പ്രശ്നത്തിനെ കുറിച്ച് ആകുലതയോടെ നിൽക്കുന്നത് പോലെയാണ് ഈ ചെടികളും അതിലെ ഇലകളും മരങ്ങളും എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്താണ് ഈ കോട്ടറിലിരുന്നുകൊണ്ട്, തങ്ങളുടെ ആ ഒരു ചെറിയ കോട്ടറിലിരുന്നുകൊണ്ട് ചാതക് പുത്രനെ കഹ. ചാതക് എന്ന് വെച്ചാൽ ഒരു സ്പീഷീസാണ്, കുയിലിൻ്റെ ഒരു സ്പീഷീസാണ്, കുക്കൂൻ്റെ ഒരു സ്പീഷീസാണ് ഈ ചാതക് എന്ന് പറയുന്നത്. അപ്പം അതിലൊരു പിതാ ചാതകുണ്ട്, അതുപോലെ തന്നെ ഒരു മകനും ഉണ്ട്. അപ്പം അതിലെ മകൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ബാഹർ की सहज स्निग्ध वनस्थली के वर्तमान रूखेपन की तरह ही वह स्वर कुछ नीरस था. അപ്പം പുറത്തുള്ള ഈ വനത്തിൻ്റെ അവസ്ഥ പോലെ തന്നെ ഈ പുത്ര സംസാരിക്കുന്ന രീതിയിലും ഒരു നീരസമുണ്ടായിരുന്നു. പുറത്ത് എല്ലാ സ്ഥലത്തും വരണ്ട് നിൽക്കുകയാണ്, വരൾച്ചയൊക്കെയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ മകന്റെ സംസാരത്തിലും ഒരു നീരസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. चातक ने अपनी चोंच कुमार की पीठ पर फेरते हुए प्यार से कहा, क्या है बेटा. അങ്ങനെ ഈ ചാതക്, അതായത് അച്ഛൻ ഈ മകന്റെ പുറത്ത് അതിന്റെ ചോഞ്ച് ഫേർത്തെ ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊക്കുകൊണ്ട് ഒന്നിങ്ങനെ സ്പർശിച്ചിട്ട് വളരെ അധികം ഇഷ്ടത്തോടെ മകനെ വിളിക്കുകയാണ്. ഹേ ഓർ ക്യാ പ്യാസ് കെ മാരെ ചോഞ്ച് തക് പ്രാൺ ആകയെ ഹെ. അങ്ങനെ മകൻ പറയാണ്, എനിക്ക് ദാഹം കാരണം ഞാനിപ്പം മരിക്കുന്നതാണ് തോന്നുന്നത് എന്ന് പറയാണ്. ബേട്ട അധീർ ന ഹോ സമയ സദാ ഏക് സാ നഹി രഹത്ത. അപ്പം അച്ഛൻ പറയാണ്, നീ ഇങ്ങനെ ധൈര്യം കൈവിടല്ലേ, എപ്പോഴും സമയം ഒരുപോലെ ആയിരിക്കില്ല എന്ന്. തോ യഹി തോ മാ ബി കെഹത്താ ഹൂ സമയ സദാ ഏക് സാ നഹി രഹത്ത. അപ്പം മകൻ പറയാ, അതന്നെയാണ് ഞാനും പറയുന്നത്, എപ്പോഴും സമയം ഒരുപോലെ ആയിരിക്കില്ല. പുരാനി ബാത്തെ पुराने समय के लिए थी. आप अब भी उन्हें इस तरह छाती से चिपकाए हुए हैं जिस तरह ബാൻഡ്രി മരേ ബച്ചേക്കോ ചിപ്കായി രഹത്തി ഹെ. അപ്പം മകൻ പറയാണ്, ഞാനും പറയുന്നത് അത് തന്നെയാണ്, പണ്ടത്തെ കാര്യങ്ങളൊക്കെ പണ്ട്, സമയം എപ്പോഴും ഒരുപോലെയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അച്ഛനാണ് അതിനെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇപ്പോഴും ഇരിക്കുന്നത്. എങ്ങനെയാണോ ഒരു മരിച്ച കുട്ടീനെ ഒരു അമ്മക്കുരങ്ങ് അതിൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നത്, അതുപോലെ പണ്ടത്തെ കാര്യങ്ങൾ ചേർത്ത് പിടിച്ചാണ് അച്ഛനും ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പറയാണ്. ചിപ്കാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കുക എന്നാണ്. അപ്പം അത്രയും ക്ലോസ് ആയിട്ട് വെച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഘൻശ്യാം കി ബാട്ട് ആപ് ജോത്തെ രഹിയെ അബ് മുജ്സെ യ നഹി സദ് സക്ത. ഘൻശ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് മഴമേഘങ്ങളെയാണ്, അതായത് കറുത്ത നിറത്തിലുള്ള ആ മേഘത്തെയാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും ഘൻശ്യാം എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മഴമേഘങ്ങളെ തന്നെയാണ്. ശ്രീകൃഷ്ണനെ ഘൻശ്യാം എന്ന് വിളിക്കാനുള്ള കാരണം ഈ കാർമേഘത്തെ പോലെയുള്ള നിറത്തിലുള്ളത് കൊണ്ടാണ്. അതുപോലത്തെ നിറമാണ് ശ്രീകൃഷ്ണ ഭഗവാനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഘൻശ്യാം എന്ന് വിളിക്കാറുള്ളത്. അങ്ങനെ ഈ മകൻ പറയാണ്, അച്ഛൻ കാർമേഘങ്ങൾ കനിയും എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ ഇരുന്നോളൂ, എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ എന്നാണ്. അപ്പോൾ ബാട്ട് ജോത്തെ രഹനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയൽ ഉഴുതുമറിക്കുക എന്നൊക്കെയാണ്. പക്ഷെ ഇതൊരു മുഹാവരയാണ്, ഒരു പഴഞ്ചൊല്ലാണ്. അപ്പം ഒരു തരം പ്രയോഗമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലിറ്ററൽ ആയിട്ട് ഉള്ള മീനിങ് ആയിരിക്കില്ല. അപ്പം ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്, പ്രതീക്ഷ കർണ എന്നാണ് ഈ ഒരു ഫ്രേസിൻ്റെ അർത്ഥം കേട്ടോ. ഘൻശ്യാം
के सिवा हम और किसी का जल ग्रहण नहीं करते, यही हमारे कुल का व्रत है। इस व्रत के कारण अपने गोत्र में ना तो किसी की मृत्यु हुई है और ना कोई दूसरा അനർത്ഥ. അപ്പം അച്ഛൻ പറയാണ് എപ്പോഴും നമ്മൾ മഴവെള്ളം തന്നെയാണ് കുടിക്കുന്നത്, അതാണ് നമ്മുടെ കുലത്തിന്റെ ഒരു പ്രതിജ്ഞ, അവരെടുത്തിട്ടുള്ള ഒരു വ്രതം പോലെയാണത്. ആ വ്രതം കാരണം തന്നെയാണ് നമ്മുടെ ഗോത്രത്തില് ആരുടെയും മരണമൊന്നും നടക്കാത്തത്. അതുപോലെ തന്നെ ദൂസര അനർത്ഥ, അതായത് അരുതാത്തതൊന്നും നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട ആർക്കും സംഭവിക്കാത്തത് നമ്മൾ ഇങ്ങനെ ഒരു വ്രതം എടുത്തിട്ടുള്ളതുകൊണ്ടാണെന്നാണ് അച്ഛൻ പറയുന്നത്. ആപ് कहते हैं कोई अनर्थ नहीं हुआ, मैं कहता हूँ प्यास की इस यंत्रणा से बढ़कर और अनर्थ क्या होगा, ജഹാ സെ ഭി ഹോഗാ മേ ജൽ ഗ്രഹൺ കരൂംഗാ ഹി. അപ്പം മകൻ പറയാണ്, അത് ശരി, താങ്കൾ പറയുന്നത് നമ്മുടെ ഗോത്രത്തിൽ ഒരു അനർത്ഥവും നടന്നിട്ടില്ല എന്നുള്ളതാണല്ലോ, ഇനി എന്ത് വരാനാണ്, ഇത്രയും ഈ ഒരു ദാഹം കാരണം ബുദ്ധിമുട്ട്, യന്ത്രണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് യാതന, എന്താ പറയാ, ബുദ്ധിമുട്ട് അനുഭവിക്കുക, ഇത്രയും യാതന അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നം ഇനി എന്താണ് വരാനുള്ളത്. ജഹാ സെ ഭി ഹോഗാ മേ ജൽ ഗ്രഹൺ കരൂംഗാ ഹി, എവിടെ നിന്നാണോ പറ്റി അവിടുന്ന് ഞാൻ വെള്ളം കുടിക്കും എന്ന് പറയാണ്. ചാതക് സിഹർക്കർ പങ്ക് ഫഡ്ഫഡാനെ ലഗ. അപ്പൊ ഈ ചാതക് എന്ന് പറയുന്നത് അച്ഛനെയാണ്. അപ്പം അച്ഛനാണെങ്കിൽ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ വിറച്ചുകൊണ്ട് ചിറകിട്ടടിക്കാൻ വേണ്ടി തുടങ്ങി. ചിറകിട്ടടിക്കുന്നതിനെ ആ ഒരു ശബ്ദത്തിനെയാണ് ഫഡ്ഫഡാന എന്ന് പറയുന്നത്. അങ്ങനെ മാനോ ഉസ്നെ ഉൻ അശ്രവ്യ വചനോ और कानों के बीच में कोलाहल की പരിഘാസി ഖടി കർ ദേനി ചാഹി. അതായത് ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ, അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നത് പോലെയാണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ശ്രവിക്കാൻ പറ്റാത്ത, അതായത് കേൾക്കാൻ പറ്റാത്ത ഈ വാക്കുകളും അതുപോലെ തന്നെ ഈ പക്ഷിയുടെ ചെവിയും, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു പരിഘാസി, പരിഘ എന്ന് പറഞ്ഞാൽ ഒരു കുഴി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നി. അതായത് താൻ ഇത് കേട്ടിട്ടില്ലാന്ന് നടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ. തോടി ദേർ തക് ചുപ് രഹക്കർ വ ബോല ബേട്ടാ ധൈര്യ രഖ്. അങ്ങനെ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് ഈ അച്ഛൻ പക്ഷി പറയാണ്, കുറച്ച് സമയം കൂടെ നീ ധൈര്യം കൈവിടാതെ ഇരിക്കൂ. അതായത് മഴ പെയ്യും, അപ്പൊ നമുക്ക് വെള്ളം കിട്ടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. अपने इस व्रत के कारण ही पानी बरसता है और धरती माता की गोद हरी भरी होती है, यह व्रत इस तरह नष्ट कर देने की वस्तु नहीं है. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ ഇങ്ങനെ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് തന്നെയാണ് എപ്പോഴും മഴ പെയ്യുന്നതും അതുപോലെ തന്നെ ഈ അമ്മയായ ഭൂമിയുടെ ഗോദ് എന്ന് വെച്ചാൽ മടിത്തട്ട്, ലാപ്പ് ഇങ്ങനെ പച്ചപ്പോടെ നിൽക്കുന്നതും. യ വ്രത് ഇസ് തര നഷ്ട കർദേനിക്ക് വസ്തു നെയ്യ്, അതിങ്ങനെ നശിപ്പിക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഈ ഒരു വ്രതം എന്ന് പറയുന്നത്. അതങ്ങനെ മാറ്റി വെക്കാനോ ഭംഗം വരുത്താനോ ഉള്ള ഒന്നല്ല എന്ന് പറയാണ്. ലാഡ്ലെ ലഡ്കേനെ കഹാ വ്രത് പാലൻ കർത്തെ ഹുए ഇത്തനെ ദിൻ തോ ഹോ ഗയേ പാനി കാ കഹി ചിഹ്ന തക് നഹി ഹെ. അപ്പൊ മകൻ പറയാണ്, എത്ര നാളായി വ്രതം എടുത്തോണ്ട് നടക്കണു നമ്മൾ, ഇത്രയും നാളായിട്ട് മഴ പെയ്യും എന്നുള്ള ഒരു സങ്കേതം പോലും ഇല്ല, ഒരു ചിഹ്നം പോലും ഇല്ല, മഴ പെയ്യാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഗർമി ऐसी पड़ रही है कि धरती के नदी नाले सब सूख गए हैं. അപ്പം ഇവിടുത്തെ ചൂടാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ നദിയും നാലയും എല്ലാം വരണ്ടു, എല്ലാ വാട്ടർ റിസോഴ്സും വരണ്ടിരിക്കുകയാണ്. फिर सूर्य के और निकट रहने वाले आकाश के मेघों में പാനി ടിക്കി कैसे सकता है. അപ്പൊ എല്ലാം ഇങ്ങനെ വരണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന ഈ മേഘങ്ങളിൽ എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. മേഘത്തില് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മഴ പെയ്യുക, അതാണ് ചാതക് പുത്ര ചോദിക്കുന്നത്. ബേട്ട പൃഥ്വി കാ യ നിർജൽ ഉപവാസ് ഹെ, ഇസി പുണ്യ സെ ഉസേ ജീവൻ ദാൻ മിലേഗ. അപ്പൊ അച്ഛൻ പിന്നെയും ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭൂമിയും ഒരു നിർജൽ ഉപവാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പുണ്യം കാരണം തന്നെയാണ് ഇനി ഒരു ജീവൻ ദാൻ കിട്ടുക എന്നാണ്. भोजन का पूरा स्वाद और पूरी तृप्ति पाने के लिए थोड़ी सी क्षुद्धा सहन करना अनिवार्य ही नहीं ആവശ്യക് ബി ഹെ. അപ്പം അച്ഛൻ പറയുന്നത് ഭോജൻ കാ പൂരാ സ്വാദ്, അതായത് ഫുഡിന്റെ മുഴുവൻ ടേസ്റ്റും കിട്ടണം എന്നുണ്ടെങ്കിൽ और पूरी तृप्ति पाने के लिए, ഒരു തൃപ്തി തോന്നണം എന്നുണ്ടെങ്കിൽ थोड़ी सी क्षुद्धा सहन करना अनिवार्य ही नहीं आवश्यक भी है. കുറച്ച് വിശപ്പ് സഹിക്കുക എന്നുള്ളത്, ക്ഷുദ്ധ എന്ന് വെച്ചാൽ വിശപ്പ് എന്നാണ്, കുറച്ച് വിശപ്പ് സഹിക്കുക എന്നുള്ളത് അനിവാര്യം മാത്രമല്ല അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
पिताजी मैं थोड़ी सी क्षुद्धा से नहीं डरता परंतु यह भी नहीं चाहता कि क्षुद्धा ही क्षुद्धा सहन करता रहूं. അപ്പൊ മകൻ പറയാണ്, ഞാൻ വിശന്നിരിക്കുന്നതിനോട് എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എപ്പോഴും ഇങ്ങനെ വിശപ്പ് എന്നെ സഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. मैं ऐसा व्रत व्यर्थ समझता हूँ. ഇങ്ങനെ ഒരു വ്രതം എടുക്കുക എന്നുള്ളത് ഞാൻ ഒരു വ്യർത്ഥായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദേവതാവും കാ അഭിശാപ് ലേക്കർ ബി മേ ഇസെ തോടൂങ്ക. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വ്രതം ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ദൈവങ്ങൾ എനിക്ക് അഭിശാപ്, വലിയൊരു ശാപം തന്നാൽ പോലും ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യും എന്ന് പറയാണ്. घनश्याम को भी तो सोचना चाहिए था कि उनके बिना किसी के प्राण निकल रहे हैं. आदमी ने मेघों पर अविश्वास करके कृषि की रक्षा के लिए नहर, तालाब और कुआओं का बंदोबस्त कर लिया है. അപ്പോൾ മകൻ പറയുന്നത് ഘൻശ്യാമും ചിന്തിക്കണ്ടേ, അദ്ദേഹം കാരണം ഇവിടെ എത്ര ആളുകളുടെ ജീവനാണ് പോകുന്നത് എന്നാണ്. മനുഷ്യന്മാരാണെങ്കിൽ ഈ മേഘങ്ങളെ വിശ്വസിക്കാത്തത് കൊണ്ട് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള, കൃഷി രക്ഷിക്കാൻ വേണ്ടിയിട്ട് നെഹർ എന്ന് പറഞ്ഞ കനാല് അതുപോലെ തന്നെ കുളം, കിണർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ദോബസ്കരണം എന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം അറേഞ്ച് ചെയ്തു. കൃഷിനെ ആപ്കി तरह सिर नहीं हिलाया कि मैं तो घनश्याम के सिवा और किसी का जल नहीं छूऊंगी. അപ്പം മകൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷി പറഞ്ഞില്ലല്ലോ, കൃഷി അച്ഛനെ പോലെ പറഞ്ഞില്ലല്ലോ ഞാൻ ഘൻശ്യാമിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഗ്രഹിക്കുള്ളൂ എന്ന്, അല്ലാത്ത ജലമൊന്നും ഞാൻ സ്പർശിക്കുക കൂടി ചെയ്യില്ല എന്നൊന്നും കൃഷി പറഞ്ഞില്ലല്ലോ എന്നാണ് മകൻ ചോദിക്കുന്നത്. ഹമി ക്യൂ ഇസ് തര കഷ്ട സഹി, നമ്മൾ മാത്രം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ആപ് ചാഹെ റഖേ യാ ഛോടെ മേ യ ജഞ്ചട്ട് ന മാനൂങ്ക. അപ്പൊ മകൻ പറയാണ്, അച്ഛന് ആ വ്രതം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ ഞാൻ ഈ ജഞ്ചട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബുദ്ധിമുട്ട്, ഇത് ഞാൻ സഹിക്കില്ല എന്ന് പറയാണ്. ചാതക് നെ ദേഖ മാംല ബേഡബ് ഹുവ ചാത്താ ഹെ, യ ഇസ് തര ന മാനേഗ, കഹ യ ബതാവോ തും ജൽ കഹാ സെ ഗ്രഹൺ കരോഗെ. അപ്പം ഈ അച്ഛന് മനസ്സിലായി, അച്ഛൻ പക്ഷിക്ക് മനസ്സിലായി ഈ കാര്യമൊന്നും നേരെ പോവില്ല എന്ന്. ബേഡബ് ഹുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള കോൺവെർസേഷൻ ഓക്വേർഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം അവൻ മകന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മകൻ അതൊന്നും സമ്മതിക്കില്ല എന്ന് അച്ഛന് മനസ്സിലായി. അപ്പം അച്ഛൻ ചോദിച്ചു, ശരി അങ്ങനെയാണെങ്കിൽ നീ എവിടെ പോയിട്ടാണ് വെള്ളം കുടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. चादक पुत्र चुप, उसने अभी तक इस बात पर विचार ही नहीं किया था. वह सोचता था जिस प्रकार लाखों जीव जंतु जल पीते हैं उसी प्रकार मैं भी पीऊंगा, परंतु वह प्रकार कैसा है यह उसकी समझ में ना आया था. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ കേട്ടതോട് കൂടിയിട്ട് ചാതക് പുത്ര ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വെള്ളം കുടിക്കുന്നൊക്കെ ഈസിലി പറഞ്ഞു, മറ്റുള്ള ജീവജാലങ്ങൾ എങ്ങനെയാണോ വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കുടിക്കുന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് എങ്ങനെയാണ്, അത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ ചാതക് പുത്ര ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ലഡ്കിയെ കോ ചുപ് ദേക്കർ പിതാനെ സംജ കംസോറി യഹി ഹെ. അപ്പം മകനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി ഇത് തന്നെയാണ് അവന്റെ വീക്ക്നെസ് എന്ന്. വ ജാൻതാ ഥാ കി കംസോറി കെ ഊപ്പർ സെ ഹി ആക്രമൺ കർണ വിജയ് കി പെഹലി സീഡി ഹെ. അപ്പൊ അച്ഛന് അറിയായിരുന്നു എന്താണ് വീക്ക്നെസിന്റെ മുകളിൽ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്, കംസോറി എന്ന് വെച്ചാൽ എന്താ വീക്ക്നെസ്, ആക്രമൺ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് വിജയ് കി പെഹലി സീഡി, അതായത് വിജയത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് അദ്ദേഹത്തിന് ഓൾറെഡി അറിയായിരുന്നു. ബോല ചുപ് കാസേ രഹഗേ. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. ബത്താവോ തും ജൽ കഹാസെ ഗ്രഹൺ കരോഗെ, നീ എവിടുന്നാണ് വെള്ളം കുടിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയാണ്. ഹിച്ച് കിച്ചാക്കർ अपनी बात स्वयं ही खंड खंड करते हुए लड़के ने कहा, जहां से और दूसरे ग्रहण करते हैं वहीं से मैं भी करूंगा. അങ്ങനെ ഹിച്ച്കിച്ചാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മടിച്ചിട്ട് മകൻ തൻ്റെ തന്നെ ആ ഒരു വാക്യത്തെ മുറിച്ചുകൊണ്ട് പറയാണ്, മറ്റുള്ളവരെ എവിടെ നിന്നാണോ ഈ വെള്ളം കുടിക്കുന്നത് അവിടുന്ന് തന്നെയാണ് ഞാനും വെള്ളം കുടിക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന്. പിതാനെ കഹാ പടോസ് മേ വ പോഖരി ഹെ, അനേക് പശു പക്ഷി और ആദ്മി भी वहां जल पीते हैं. അപ്പം ഈ ചാതക് പറയാണ്, അവിടെ അടുത്ത് ഒരു പോഖരി ഉണ്ട്, ഒരു കുളമുണ്ട്, അപ്പൊ അവിടെ നിന്നാണ് മറ്റു മൃഗങ്ങളും മനുഷ്യന്മാരും ഒക്കെ ജലം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീയും അവിടെ നിന്നാണോ കുടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. തും വഹാസെ ജൽ പീ സക്കോഗെ ബോലോ ഹേ ഹിമ്മത്ത്, ധൈര്യം ഉണ്ടോ അതിൽ നിന്ന് വെള്ളം കുടിക്കാനെന്ന് ചോദിക്കുകയാണ്. ചാതക് പുത്രക്കോ ഉസ് പോഖരി കെ സ്മരൺ സെ ഹി ഫുർഹരി ആ ഗയി. അപ്പം ചാതക് പുത്രന് ഈ കുളത്തിനെ കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അറപ്പാവാൻ വേണ്ടി തുടങ്ങി. ശരിക്കും ഫുർഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശബ്ദം ഉണ്ടാക്കണേനെയാണ് പറയണത്.
उसमें कितनी गंदगी है, पत्ते, सूखी डंठलें आदि ഗിർ ഗിർ കർ ഉസ്മേ സഡ്തി രഹതി ഹെ. അപ്പോൾ ആ ഒരു പോഖരിയിലാണെങ്കിൽ, ആ ഒരു കുളത്തിലാണെങ്കിൽ ഇലകളും അതുപോലെ തന്നെ മരത്തിന്റെ ചില്ലൊക്കെ വീണിട്ട് അതൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് അത് അങ്ങനെയാണ് ആ ഒരു കുളം ഇങ്ങനെ കിടക്കണത്. അപ്പം അതായത് ഈ ചാതക് പുത്രനെ മൊത്തത്തിൽ ആ കുളത്തിനെ കുറിച്ച് തന്നെ നല്ല അഭിപ്രായമല്ല ഉള്ളത്. കീടെ കുൽബുലാത്തെ ഹുയെ ഉസ്മേ സാഫ് ദിഖായി ദേ സക്തെ ഹെ. കുൽബുലാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഓർഗാനിസംസ് ഇങ്ങനെ ബൾക്കായിട്ട് മൂവ് ചെയ്യണേനാണ് പറയണത്. അപ്പൊ കീടെ കുൽബുലാത്തെ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കിടക്കുന്ന കുളം ആയതുകൊണ്ട് തന്നെ അതിലൊക്കെ ഇങ്ങനെ ഇൻസെക്ട്സ്, അതിന്റെ ലാർവ, അതായത് പുഴു അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇങ്ങനെ ബൾക്കായിട്ട് മൂവ് ചെയ്യണം എന്നൊക്കെ പുറത്തുനിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. ലോഗ് ഉസ്മേ കപ്പടെ നിഖാർനെ ആത്തെ ഹെ യാ ഗന്ദേ കർനെ കൈ ബാർ സോച്ചനെ പർ ഭി വ സമജ് ന സക്കാ ഥാ. അപ്പം ഈ ചാതക് പുത്രന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ കുളത്തിലെ ആളുകള് വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കാനാണോ, നിഖാറിനെക്കില്ലേ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ വൃത്തികേടാക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുവരുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിട്ടും അതിനൊരു ആൻസർ ഇതുവരെ ചാതക് പുത്രന് കിട്ടിയിട്ടില്ല എന്നാണ് പറയണത്. ഏക് ബാർ ഏക് ആദ്മി കോ അഞ്ജുലി സെ പാനി പീത്തെ ദേഖ് ഉസ്നെ പിതാ സെ കഹാ ഥാ ദേഖോ പിതാജി യേ कैसे घृणित जीव है. അങ്ങനെ ഒരു വട്ടം ഒരാളിങ്ങനെ കയ്യിൽ കൈ കൂട്ടിപ്പിടിച്ചിട്ട് അതിൽ വെള്ളം എടുത്ത് ഇങ്ങനെ കുടിക്കായിരുന്നു. അത് കുടിക്കുന്നത് കണ്ടിട്ട് ഈ ചാതക് പുത്ര ഒരു പ്രാവശ്യം അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, എന്തൊരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ആളാണ്, ഗൃണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഗസ്റ്റിംഗ് എന്നാണ്, അങ്ങനത്തെ ആളാണ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. अवश्य ही उसने अपने व्रत का जिक्र उस समय नहीं किया था, परंतु उसके मन में उसी का गर्व ഛലക് ഉഠാ ഥാ. അപ്പൊ അന്നാണെന്നുണ്ടെങ്കിൽ ഈ ചാതക് ഈ വ്രതത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സിൽ ഈ ഒരു വ്രതത്തിന്റെ ഗർവ്, അഭിമാനം ഉണ്ടായിരുന്നു ചാതകിന്. ഇവരിലത്തെ വെള്ളം കുടിക്കില്ലല്ലോ, ഇവര് മഴവെള്ളമല്ലേ കുടിക്കുള്ളൂ, അതുകൊണ്ടാണ് ഒരു അഭിമാനം ഉണ്ടായിരുന്നു എന്ന് പറയണത്. അബ് ഇസ് സമയ വ പിതാ സെ കാസെ കഹേ കി മൈ ഉസ് പോഖരി കാ പാനി പിയൂങ്ക. അപ്പം ഇനി ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഈ മകൻ പറയുക ഞാൻ ആ പോഖരിയിലെ വെള്ളം എങ്ങനെയാണ് കുടിക്കുക എന്നുള്ളത് എന്ന്. ചാതക് ബോല ബേട്ട അബി തും നാ സമझ हो, चाहे जहां से पानी ग्रहण करना इस समय तुम आसान समझ रहे हो, परंतु जब इसके लिए बाहर निकलोगे तब तुम्हें मालूम पड़ेगा. അപ്പം അച്ഛൻ ഇങ്ങനെ പറയാണ്, നീ ഇപ്പോഴും നാസമജാണ്, നീ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല. പക്ഷെ നീ എവിടെ നിന്നാണോ വെള്ളം കുടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് നിനക്ക് മനസ്സിലാവുക അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. ഹമാരി प्यास के साथ करोड़ों की प्यास है और तृप्ति के साथ करोड़ों की तृप्ति, तुझसे अकेले तृप्त होते कैसे बनेगा. അപ്പം അച്ഛൻ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ദാഹത്തോടൊപ്പം തന്നെ മറ്റ് കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ ദാഹമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൃപ്തി കിട്ടുന്നത് പോലെ തന്നെ അത്രയും ജീവജാലങ്ങളുടെ തൃപ്തിയുണ്ട്. അങ്ങനെ നിനക്ക് മാത്രം ഒറ്റയ്ക്ക് ഇത് തൃപ്തിപ്പെടണം അല്ലെങ്കിൽ നിന്റെ മാത്രം ദാഹം മാറണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാന്ന് ചോദിക്കുകയാണ്. ചാതക് പുത്ര ഇസ് സമയ अपने हट को पुष्ट करने वाली कोई युक्ति सोच रहा था. पिता की बात बिना सुने वह बोल उठा, मैं गंगा जल ग्रहण करूंगा. അപ്പോഴാണെങ്കിൽ ചാതക് പുത്രന്റെ മനസ്സിൽ തന്റെ ഹട്ട്കോ, തന്റെ വാശി, അതിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ അച്ഛൻ പറയുന്നത് പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ ഈ മകൻ പറയാണ് ഞാൻ ഗംഗാജൽ കുടിക്കുമെന്ന്. ചാതക് ने कहा गंगाजी तो यहाँ से 5 दिन की उड़ान पर है, तू नहीं मानता तो जा, परंतु यदि तूने और कहीं एक बूंद भी ली तो हमें मुंह न दिखाना. അങ്ങനെ അച്ഛൻ പറയാണ് ഗംഗയുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് 5 ദിവസം പറക്കണം, അത്രയും പറന്നാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ പോയിക്കോ. പക്ഷെ ഗംഗയിൽ നിന്നല്ലാതെ വേറെ എവിടുന്നെങ്കിലും നീ ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ അടുത്ത് വരണ്ട, എനിക്ക് നിന്റെ മുഖം കാണണ്ട എന്നാണ് പറയണത്. ചാതക് പുത്ര പ്രണാം കർക്കെ ഫർ സെ ഉഡ് ഗയ. അങ്ങനെ ചാതക് പുത്ര ആണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പ്രണാമം പറഞ്ഞിട്ട് അങ്ങനെ പറന്നു പോവാണ് ചെയ്തത്. അപ്പൊ കോട്ടറിന്റെ സ്റ്റോറി അവിടെ കഴിഞ്ഞു. ഇനി കുട്ടീറിന്റെ കാര്യം പറയാണ്. കുട്ടീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടില് എന്നുള്ള രീതിയിലാണ്. ബുദ്ധൻ കാ കച്ച കപ്രേൽ ഗർഥ. അപ്പൊ ബുദ്ധന്റെ വീട് കച്ച കപ്രേൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓടിട്ടിട്ടുള്ള കച്ച, തേക്കാത്ത വീടാണ്. ചോട്ടി ചോട്ടി ദോ കോട്ടറിയാ, ഫിർ ഉन्हीं के अनुरूप आंगन और उसके आगे पोर.
അപ്പോൾ 2 ചെറിയ റൂം, അതിന്റെ ഫ്രണ്ടിൽ ഒരു നടുമുറ്റം, അതിനോടടുത്ത് പിന്നെ ഒരു മുറ്റം, അങ്ങനെയാണ് അവരുടെ വീട് നിൽക്കുന്നത്. പുരാന ഛപ്പർ നീച്ചെ ജുക്കർ ഘർ കെ ഭീതർ ആശ്രയ ലേനെ കി ബാത് സോച്ച് രഹാ ഥാ. അപ്പം ഛപ്പർ എന്ന് പറഞ്ഞ റൂഫ് എന്നാണ്. അപ്പം മുൻപുള്ള ആ റൂഫ് വീടിന്റെ ഉള്ളിലേക്ക് വരും, അതിനെ ആശ്രയിച്ചാണ് നിൽക്കുക എന്നുള്ള രീതിക്ക് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജീർണ ശീർണ ദീവാരെ रोशनदान न होने की साद दरारों के दत्तक से पूरी किया जाती थी. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ വീട്ടിലെ ചുമരുകളിലൊക്കെ വിള്ളൽ വീണുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. उस घर में और कुछ हो या ना हो आंगन के बीच चातक पुत्र के विश्राम करने योग्य नीम का एक वृक्ष था. അപ്പം ആ വീട്ടില് വേറെ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ മുറ്റത്ത് അതിന്റെ സെന്ററിലായിട്ട് ചാതക് പുത്രയ്ക്ക് വിശ്രാം കർണേ യോഗ്യ, അതായത് ഈ ചാതക് പുത്രന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള യോഗ്യമായിട്ടുള്ള ഒരു മരം ഉണ്ടായിരുന്നു. അതും ഒരു നീം കാ വൃക്ഷം ഉണ്ടായിരുന്നു, ആര്യവേപ്പിന്റെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. തീസ്രി ഉഡാൻ കി ഥക്കാൻ മിട്ടാനെ കെ ലിയെ വ ഉസി പർ ഉത്തര. അങ്ങനെ തന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ചാതക് പുത്ര ഈ ഒരു മരത്തിൽ ഇരിക്കുകയാണ്. നീം കി स्निग्धता तथा सगंधा से चादक पुत्र को अपने निजी सहकार की याद दिला दी. അങ്ങനെ ഈ ഒരു ആര്യവേപ്പിന്റെ മരത്തില് അത് നന്നായി സ്പ്രെഡ് ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ അതിൽ ഒരുപാട് ഇലകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു മരത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ചാതക് പുത്രനെ താൻ താമസിച്ചിരുന്ന ആ ഒരു കോട്ടറുള്ള മരത്തിനെ ഓർമ്മ വരികയാണ്, തന്റെ വീട് ഓർമ്മ വരികയാണ്. विश्राम पाकर भी उसके जी में एक प्रकार की व्याकुलता उत्पन्न हो गई. അപ്പൊ റെസ്റ്റ് കിട്ടിയിട്ടും ഈ ചാതക് പുത്രന്റെ മനസ്സിലെ ഒരു തരത്തിലുള്ള വ്യാകുലത ഉണ്ടായിരുന്നു. പക്കി നിംബോരി की तरह उस वेदना में भी कुछ माधुर्य था. അപ്പം ഈ ആര്യവേപ്പിൽ ഉണ്ടാവുന്ന ഈ കായ്, അതിന്റെ പഴുത്ത കായ്, അതിനാണ് നിംബോരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വേദനയുടെ അവസരത്തിലും ചെറിയൊരു മാധുര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചാതകിന്റെ മനസ്സില്. നീച്ചെ വൃക്ഷി ഛായാമേ ബുദ്ധൻ ലേട്ടാ ഹുവാ ഥാ. അപ്പൊ ഈ ഒരു മരത്തിന്റെ തണലിലാണ് ബുദ്ധൻ കിടക്കുന്നത്. അവസ്ഥ ഉസ്കി 50 के ऊपर थी. ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. फिर भी अभी कुछ दिन पहले तक उसके पैरों में जीवन यात्रा की इतनी ही मंजिल तय करने योग्य शक्ति और मालूम होती थी. एक दिन एकाएक പക്ഷാഘാത് ने उसे अचल कर दिया. അപ്പൊ കുറച്ചു നാള് മുന്നേ വരെ ഈ ബുദ്ധന് നടക്കാൻ പറ്റുമായിരുന്നു, അതാണ് ആ സെന്റൻസിൽ പറയുന്നത്. ഫിർ ബി അബി കുച്ച് ദിൻ പെഹലെ തക്, കുറച്ചു ദിവസം മുമ്പ് വരെ ഉസ്കെ पैरों में जीवन यात्रा की इतनी ही मंजिल तय करने योग्य शक्ति और मालूम होती थी. അപ്പം ജീവിതത്തിലെ വഴികൾ നടക്കാൻ വേണ്ടിയിട്ട് മൻസിൽ, ആ ഒരു വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയാണ് കുറച്ചു ദിവസം മുൻപ് വരെ അത് ഉണ്ടായിരുന്നുള്ളൂ. ഏക് ദിൻ ഏകാഏക് പക്ഷാഘാത് നെ ഉസെ അച്ചൽ കർ ദിയ. പക്ഷാഘാത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്കാണ്. അപ്പം ഒരു ദിവസം പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, പാരലൈസ്ഡ് ആയി ആള്, അതാണ് അച്ചൽ കർ ദിയ എന്ന് പറയുന്നത്. പിന്നെ നടക്കാനൊന്നും പറ്റാണ്ടായി. ജീവൻ ഓർ മൃത്യുനെ ആപ്പസ് മേ സുലഹ് കർക്കെ മാനോ ആധേ ആധേ ശരീർ കാ ബട്ടുവാര കർ ലിയ. അപ്പൊ പറയാണ് ജീവൻ ഓർ മൃത്യുനെ ആപ്പസ് മേ സുലഹ് കർക്കർ. സുലഹ് കർണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കോംപ്രമൈസ് ചെയ്തിട്ട്, അതായത് ജീവിതവും മൃത്യുവും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് മാനോ ആധേ ശരീർ കാ ബട്ടുവാര കർ ലിയ. ഈ ശരീരത്തിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ലോവർ ബോഡി പാരലൈസ്ഡ് ആയി, അപ്പർ ബോഡിയിൽ പ്രശ്നമില്ല. സ്ത്രീ പെഹലെ ഹി ഗദ് ഹോ ചുക്കി थी. ഭാര്യ പണ്ടേ മരിച്ചതാണ്. ഘർ മേ 24 से 26 वर्ष का एक मात्र पुत्र गोकुल ही അവശിഷ്ട ഥ. വീട്ടിൽ പിന്നെ ഒരു 24 to 26 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഒരു മകനാണ് ഉണ്ടായിരുന്നത്, പേര് ഗോകുൽ. ഉസി കെ സഹാരെ ഉസ്കെ ദിൻ പൂരെ ഹോ രഹേ ഥേ. അപ്പം ഈ മകനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബുദ്ധൻ എന്ന് പറയുന്ന ആള് ജീവിച്ചുകൊണ്ടിരുന്നത്. ഗോകുൽ ഏക് ജഗ കാം പർ ജാതാ ഥ, കാം കർക്കെ പ്രതിദിൻ സന്ധ്യ സമയ തക് ലോട്ട് ആത്താ ഥ. അപ്പൊ ഗോകുലാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ജോലിക്ക് പോകുന്നതായിരുന്നു. അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് തിരിച്ചു വരുമായിരുന്നു. ആജ് അബി തക് നെഹി ആയാ ഥ, ഇസ്ലിയെ ബുദ്ധൻ ഉസ്കെ ലിയെ ചട്പട്ടാ രഹാ ഥ. അപ്പം ഇത്ര സമയമായിട്ട് വന്നില്ല, ഇന്നൊരു ദിവസം മാത്രം ഗോകുല് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകി. അതുകൊണ്ട് തന്നെ മകനെ കാണാണ്ട് ബുദ്ധൻ ഇങ്ങനെ പെടയുമായിരുന്നു.
ചട്പട്ടാന എന്ന് വെച്ചാൽ പിടയുക എന്നാണ്. ഊപ്പർ ആകാശ് മേ താരെ ചിട്ടക് ആയേ थे. അപ്പൊ ആകാശത്തിലാണെങ്കിൽ ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതർ ഉദർ ചാരു ഓർ സന്നാട്ട ഥാ ഓർ ഘർ മേ അക്കേല ബുദ്ധൻ. അങ്ങനെ എല്ലായിടത്തും സൈലൻസ് ആണ്, വീട്ടിൽ ബുദ്ധൻ ഒറ്റയ്ക്കാണ്. യദ്യപി ഉസ്മേ ഘാട്ട് കെ നീचे तक उतरने की शक्ति नहीं थी तो भी उसका मन ना जाने कहां कहां चौकड़ी भर रहा था. അപ്പോൾ ആ കട്ടിലിൽ നിന്ന് ഒന്ന് ഇറങ്ങാനുള്ള ശക്തി പോലും ബുദ്ധൻ ഇല്ലാന്നുണ്ടെങ്കിലും ബുദ്ധന്റെ മനസ്സ് മറ്റ് പല സ്ഥലത്തും ആയിരുന്നു, പല കാര്യങ്ങളും ആലോചിക്കായിരുന്നു. ഗോകുൽ സബേരെ തോടെ സേ ചനെ ഖാക്കർ കാം പർ ഗയാ. ഗോകുലാണെങ്കിൽ രാവിലെ കുറച്ച് കടല കഴിച്ചിട്ടാണ് ജോലിക്ക് പോയത്. ബുദ്ധൻ के लिए भी कुछ चने और पीने का पानी यथास्थान रख गया था. അപ്പം ബുദ്ധന് വേണ്ടിയിട്ട് കഴിക്കാൻ കുറച്ച് ചനയും അതുപോലെ തന്നെ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളവും എന്നും വെക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ് ഗോകുൽ ജോലിക്ക് പോയത്. ആജ് ഖാനെ കെ ലിയെ ഘർ മേ ഓർ കുച്ച് താ ഹി നഹി कह गया था शाम को मजदूरी के पैसों का आटा लेकर रोटी बनाऊंगा. അപ്പൊ പറഞ്ഞിട്ടാണ് പോയത്. മസ്ദൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി. അപ്പൊ ഇന്നത്തെ ജോലി ചെയ്തിട്ട് ആ പൈസ കിട്ടുമ്പോൾ ഞാൻ വൈകിട്ട് വരുമ്പോൾ ആട്ട വാങ്ങിയിട്ട് വരാം, എന്നിട്ട് അതുകൊണ്ട് റോട്ടി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മകൻ രാവിലെ പോയത്. परंतु आज वह अभी तक नहीं आया था. अनेक आशंकाओं से बुद्धन का मन चंचल था. അപ്പോൾ ഇത്രയും സമയമായിട്ട് മകൻ വരാത്തത് കൊണ്ട് അച്ഛൻ इन्हें विषमिचिरिക്കുകയായിരുന്നു. जो समय आनंद की स्निग्ध शीतल छाया में शीतकाल के दिन की तरह मालूम भी नहीं होने पाता और निकल जाता है, वही दुख की दाहक ज्वाला में निदाग के दीर्घ दिनों की भांति अकाट्य हो उठता है. അദ്ദേഹം പറയുന്നത് ഏത് സമയമാണോ ആനന്ദത്തോടെ ശീതകാലത്തിലെ പോലെ, അതായത് വിന്റർ സീസണിലെ പോലെ നമ്മൾ അറിയേ കൂടെ ചെയ്യാതെ കടന്നു പോവേണ്ടിയിരുന്നത്, ആ സമയമാണ് ചുട്ടുപൊള്ളുന്ന സമ്മർ സീസണിലെ പോലെ ഇങ്ങനെ നമുക്ക് അത് അനുഭവിച്ച് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഇപ്പം കടന്നു പോകുന്നത്. അക്കാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. रात बहुत नहीं बीती थी परंतु बुद्धन को मालूम हो रहा था कि बरसों का समय हो गया. वार वार अपने कान खड़े करके रात के उस सन्नाटे में वह गोकुल के पद शब्द सुनने का प्रयत्न कर रहा था. അപ്പം ബുദ്ധൻ അറിയാം രാത്രി ഒരുപാട് വൈകിട്ടില്ലാന്ന്, പക്ഷെ അന്ന് മകൻ വരേണ്ട സമയം കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ മകന്റെ കാൽച്ചുവടുകളുടെ ശബ്ദം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ബുദ്ധൻ. പുറത്തൊക്കെ സൈലൻസ് ആയതുകൊണ്ട് തന്നെ അത് കേൾക്കാനും പറ്റും. ബഡി ദേർ ബാദ് ഉസ്കി പ്രതീക്ഷ സഫൽ ഹുയി കിവാഡ് ഖുൽനെ കി ആവാസ് സുൻകർ വ ചോക്ക. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ബുദ്ധൻ ഇങ്ങനെ കാത്തിരുന്നത് എന്തായാലും സഫലായി. കാരണം ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ആ ശബ്ദം കേട്ടിട്ട് ബുദ്ധൻ ഒന്നിങ്ങനെ ഞെട്ടി. വാസ്തവമേ യ ഗോകുൽ ഹി ഥാ. അങ്ങനെ ശരിക്കും അത് ഗോകുൽ തന്നെയായിരുന്നു. ഉസ്നെ കഹാ കോൻ ഗോകുൽ ബേട്ട ആജ് ബഡി ദേർ ലഗായി. അപ്പം അച്ഛൻ ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് ബുദ്ധൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ്, ഗോകുലാണോ? അയ്യോ ഇന്ന് ഒരുപാട് വൈകിപ്പിച്ചല്ലോ നീ എന്നിങ്ങനെ പറയാണ്. ഗോകുൽ ധീരെ സെ പിതാ കി ഗാഡ് കെ പാസ് ആക്കർ റോനെ ലഗ. അപ്പം ഈ ഗോകുൽ എന്ന് പറയുന്ന മകനാണെങ്കിൽ അച്ഛന്റെ കട്ടിലിന്റെ അടുത്ത് പോയിട്ട് കരയാനായിട്ട് തുടങ്ങി. ബുദ്ധനെ ഘബ്രാക്കർ പൂച്ച ക്യാ ഹുവാ ബേട്ട ക്യാ ഹുവാ ആജ് മസൂരി നെഹി മിലി. അപ്പോഴാണെങ്കിൽ അങ്ങനെ ബുദ്ധൻ ചോദിക്കുകയാണ്, എന്തിനാണ് നീ കരയുന്നത്, എന്ത് പറ്റി, ഇന്ന് നിനക്ക് ജോലി കിട്ടിയില്ലേ, ഇന്ന് നിനക്ക് ആ ജോലിയുടെ കൂലി കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അബ് कैसे चलेगा മസൂരി നെഹി മിലി ഫിർ ഇതനി ദേർ ക്യൂം ഹുയി. അപ്പം മകൻ പറയാണ് ഇന്ന് കൂലി കിട്ടിയില്ല. അപ്പം അച്ഛൻ ചോദിച്ചു പിന്നെ എന്താണ് ഇത്രയും വൈകാനായിട്ട് കാരണം? പ്രകൃതിസ്ഥ ഹോക്കർ ഗോകുലിനെ ഉസെ അപ്ന ഹാൽ സുനായ. അങ്ങനെ ഗോകുലാണെന്നുണ്ടെങ്കിൽ അച്ഛന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ളത്. സബേരെ ഘർ സെ നിക്കൽത്തെ ഹി ഗോകുൽ കോ സാമനെ ഖാലി ഘടാ മില. देखकर उसके पैर ढीले पड़ गए. सोचा आज भगवान ही मालिक है. काम पर पहुंचकर उसने देखा ओवरसियर साहब आज कुछ ज्यादा खफा है. ഇന്നാണെങ്കിൽ ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഗോകുലിന്റെ മുന്നിൽ ഒരു കാലിയായിട്ടുള്ള ഒരു കുടം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ഗോകുൽ ഇങ്ങനെ വിചാരിച്ചു ഇന്നാണെന്നുണ്ടെങ്കിൽ എല്ലാം ഈശ്വരന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും, അതായത് ഇന്ന് എനിക്കൊരു നല്ല ദിവസമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ജോലിക്ക് ചെന്ന് കയറിയപ്പോൾ മനസ്സിലായി ഇന്ന് ഓവർസിയർ അത്ര ഹാപ്പി അല്ല. ജ്യാദ ഖഫാഹ എന്ന് പറഞ്ഞാൽ ജ്യാദ ഖഫാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇന്ന് എന്തോ ഒരു ദേഷ്യമുണ്ട്, കാര്യങ്ങളൊന്നും നേരെ നടക്കാത്ത പോലെ തോന്നി. ഖഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോധിതനാണ്, ഇന്ന് ദേഷ്യത്തിലാണ്,
ഈ ഓവർസിയർ എന്ന് മനസ്സിലായി. എഞ്ചിനീयर साहब काम देखने आए थे, जान पड़ता है काम देखने की जगह वे ओवरसियर साहब को ही देख गए थे. अन्याय का यह बोझा उन्होंने दिन भर मजदूरों पर अच्छी तरह उतारा. അപ്പം എഞ്ചിനീയർ വന്നു, എഞ്ചിനീയർ ഇവിടുത്തെ ജോലികൾ നോക്കുന്നതിന് പകരം ഓവർസിയറിനെ ഒന്ന് കണ്ടിട്ട് പോയതായിട്ടാണ് പറയുന്നത്. അപ്പം ആ ഒരു ദേഷ്യം ഈ ജോലിക്കാരുടെ മുകളിൽ തീർക്കാണ് ഓവർസിയർ ചെയ്തത്. ഷാം को मजदूरी देने के समय भी साफ इनकार कर दिया, आज दाम नहीं दिए जाएंगे. उस अदालत के फैसले की तरह जिसकी कहीं अपील नहीं हो सकती. ओवरसियर साहब का हुक्म मानकर मजदूर अपने अपने घर लौट गए. അപ്പം ഇന്ന് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓവർസിയർ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് കൂലിയൊന്നും തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ആ ഓവർസിയർ പറയുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അപ്പീൽ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോർട്ടിലെ ഓർഡർ പോലെയാണെന്ന്. അതായത് ഓവർസിയർ പറഞ്ഞ കാര്യത്തിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ തൊഴിലാളികളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. गोकुल लौटा चला आ रहा था कि एक जगह उसे रास्ते में कुछ पड़ा हुआ दिखाई दिया. पास पहुंचने पर मालूम हुआ रुपये पैसे रखने का बटुआ है. उठाकर देखा तो काफी वजनदार था. അങ്ങനെ ഗോകുല് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വഴിയിൽ എന്തോ കിടക്കുന്നത് കണ്ടത്. അപ്പം അത് അടുത്ത് പോയി നോക്കിയപ്പോൾ ഈ പൈസ വെക്കുന്ന വാലറ്റ് ആണ്. ബട്ടുവ എന്ന് പറഞ്ഞ പേഴ്സ് അല്ലെങ്കിൽ വാലറ്റ് ആണ്. ഉഠാക്കർ ദേഖാ तो काफी वजनदार है. എടുത്തു നോക്കിയപ്പോൾ वजनदार എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഉണ്ട് അതിന്. वह सोच में पड़ गया, इसे खोल कर देखना चाहिए या नहीं. ना देखने का निश्चय ही उसे दृढ़ करना पड़ा. कौतूहल निवृत्ति करने के लिए उसने उसे टटोला. टटोलने पर मालूम हुआ रुपये है और बहुत कम भी नहीं है. थोड़ी देर तक वह वही खड़ा खड़ा सोचता रहा. അപ്പോൾ അത് തുറന്നു നോക്കണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് ഗോകുലിന്റെ മനസ്സിൽ വന്നത്. എന്നിട്ട് പക്ഷെ എന്നാലും ആൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കൗതൂഹൽ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ആ ക്യൂരിയോസിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം അത് ഒന്ന് ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ തൊട്ട് നോക്കി ആ പേഴ്സ്. അത് ഞാൻ ടട്ടോലിനാന്ന് പറയുന്നത്. ജസ്റ്റ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് മാത്രം തൊട്ട് നോക്കണത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് അതിൽ തീരെ കുറവ് പൈസയല്ല ഉള്ളത് എന്ന്. അങ്ങനെ കുറച്ച് സമയം ഗൂഗിൾ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. इसका क्या करूं? उसके पिता ने उसे अब तक जो कुछ सिखाया था उसने उसे इस बात के सोचने का അവസർ ഹി നഹി ദിയ കി ബട്ടുവ അപ്നെ പാസ് റഖ് ലേ. അപ്പം ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പക്ഷെ അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരിക്കലും ഈ പേഴ്സ് തൻ്റെ അടുത്ത് വെക്കുക എന്നുള്ളൊരു ഡിസിഷനിലല്ല ഗൂഗിൾ എത്തിയത്. जब उसे मालूम होगा कि उसका बटुआ खो गया है तब उसकी क्या दशा होगी. रुपये पैसे का क्या मूल्य है यह बात वह कुछ दिनों में ही अच्छी तरह जान गया था. അപ്പം ഗൂഗിൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് ആരുടെ ആണോ ഈ പേഴ്സ് അത് കളഞ്ഞു പോയത്, ആ ആളുടെ കയ്യിൽ ഈ പേഴ്സ് ഇല്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ഓർക്കുമ്പോൾ ആ ആളുടെ അവസ്ഥ എന്തായിരിക്കും. ഗൂഗിളാണെങ്കിൽ കുറച്ചധികം ദിവസമായിട്ട് പൈസയുടെ വില എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. उस व्यक्ति की उस समय की दशा का विचार करके वह इस प्रकार सिहर उठा मानो उसी का बटुआ खो गया हो. അങ്ങനെ ആരുടെ ആണോ ഈ പേഴ്സ് ആ പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് ഗൂഗിൾ ഒന്നിങ്ങനെ വിറച്ചു. അതും സ്വന്തം പേഴ്സ് പോയതുപോലെയായിരുന്നു ഗൂഗിളിന്റെ റിയാക്ഷൻ. उसे ध्यान आया कि कुछ दूर उसने एक गाड़ी जाती हुई देखी थी. उस पर कान में मोती पिरोए सोने की बाली पहने एक महते बैठे थे. അപ്പോഴാണ് ഗൂഗിളിന് ഓർമ്മ വന്നത് കുറച്ച് സമയം മുന്നേ ഒരു കാർ അതിൽ കൂടെ പോകുന്നത് ഗൂഗിൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലാണെന്നുണ്ടെങ്കിൽ കാൻ മേ മോത്തി പിറോയി സോനെ കി ബാലി പെഹനെ ഏക് മെഹത്തെ ബാഠേ തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടുക്കൻ പോലത്തെ ഒരു ഓർണമെന്റ് അത് ധരിച്ചിട്ടുള്ള ഒരു മെഹത്തെ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ബ്രാഹ്മിൻസിലൊക്കെ പെട്ട ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ ഒരാളാണ് ആ കാറിൽ പോയതെന്ന് ഗൂഗിൾ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവ് ഹൈ യ ബട്ടുവ ഉനി കാ ഹോ ഓർ കിസി കെ പാസ് ഇത്തനെ റുപയെ ഹോന ആസാൻ ബി നഹി ഹൈ. അപ്പോൾ ഗൂഗിൾ ഇങ്ങനെ വിചാരിക്കായിരുന്നു ചിലപ്പം ആ ഒരു വാലറ്റ് ആ കാറിൽ പോയ ആളുടെ തന്നെ ആയിരിക്കും. കാരണം വേറെ ആരുടെ അടുത്ത് ഇങ്ങനെ ഒരു പേഴ്സ് ഇത്രയും പൈസ ഉള്ളത് ഉണ്ടാവുക എന്നുള്ള അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ല. യഹാ കുവേ पर गाड़ी रोककर उन्होंने पानी पिया होगा और आग जलाकर तमाकू भरी होगी. एक जगह आग जलाई जाने के चिन्ह मौजूद थे. उसने इस बात का विचार ही नहीं किया कि गाड़ी तक जाने में कितना समय लगेगा और वह दौड़ पड़ा.
അങ്ങനെ ഈ ഗോകുൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ കാർ ഇതിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഇവിടെ അടുത്തുള്ള ഈ കിണറ്റിൽ നിന്ന് അദ്ദേഹം വെള്ളം കുടിച്ചിട്ടുണ്ടായിരിക്കും, എന്നിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ തമാക്കു കത്തിച്ചിട്ടുള്ള ഒരു പാടും കാണാനുണ്ട്. അപ്പം ഗോകുല് അനുമാനിച്ചതൊക്കെ ശരിയാന്ന് തോന്നാൻ തുടങ്ങി ഗോകുലിന്. അങ്ങനെ എന്നിട്ട് ഇവിടുന്ന് കാർ എടുത്തിട്ട് പോയതായിരിക്കും എന്ന്. പക്ഷെ ഗോകുലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആ കാറിന്റെ അടുത്ത് എത്ര സമയം എടുക്കും, എത്ര കഷ്ടപ്പാടുണ്ടെന്ന് ഓർക്കാതെ തന്നെ കാറിന്റെ പിന്നാലെ ഓടാൻ വേണ്ടി തുടങ്ങി. लगभग आधे घंटे के परिश्रम से वह उस गाड़ी के पास पहुंच गया. गोकुल ने हौफते हौफते पूछा, महते तुम्हारा कुछ खो तो नहीं गया? അങ്ങനെ ഓടി ഓടി ഹോഫ്നാന്ന് വെച്ചാൽ കിതയ്ക്കുക, അങ്ങനെ കിതച്ചിട്ട് ഈ കാറിന്റെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചു, താങ്കളുടെ എന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടോന്ന്. മെഹത്തെ ने चौंककर गाड़ी में इधर उधर देखा, साथ ही जेब पर हाथ रखा तो പാഷാൺ കി തര നിസ്പന്ദ ഹോ ഗയ. അങ്ങനെ ഈ കാറിലുണ്ടായിരുന്ന ആളുടെ കാറൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു, പിന്നെ പോക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ പേഴ്സ് കളഞ്ഞു പോയിന്ന്. അപ്പം പാഷാൺ കി തര നിസ്പന്ദ ഹോ ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പന്ദനം ഇല്ലാത്ത ഒരു സ്റ്റോൺ, ഇവിടെ പാഷാൺ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോണിന്റെ ഒരു പ്രതിമ പോലെ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഗോകുൽ സെ മെഹത്തെ की वह अवस्था देखी न गई, वह बटुआ दिखाकर उसने झट से प्रश्न कर दिया, यह तुम्हारा है. അപ്പോൾ ഇയാളുടെ ഈ ഒരു അവസ്ഥ കണ്ടു നിൽക്കാൻ ഗോകുലിന് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് ആ ഒരു വാലറ്റ് എടുത്ത് കാണിച്ചിട്ട് ഗോകുൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് താങ്കളുടെ ആണോ എന്നുള്ളത്. ഈ ക്ഷൺ മേ ഹി ജീവൻ ഓർ മൃത്യു കാ ദ്വന്ദ് സ ഹോ ഗയ. അപ്പൊ ആ ഒറ്റൊരു മൊമെന്റിൽ തന്നെ ജീവനും മൃത്യുവും തമ്മിലുള്ള ദ്വന്ദ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു യുദ്ധം, ഒരു സ്ട്രഗിൾ, ഒരു യുദ്ധം പോലെയാണ് അവിടെ നടന്നത്. മാനോ ബിജ്ലി കെ ഖട്കെ സെ പ്രകാശ് ബുझाकर घर फिर से उद्दीप्त कर दिया गया हो. അപ്പൊ ആ ഒരു മൊമെന്റിനെ കമ്പയർ ചെയ്യുന്നത് എന്തിനെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ബിജ്ലി കെ ഖട്കെ സെ പ്രകാശ് ബുझाकर घर फिर से उद्दीप्त कर दिया गया हो. അതായത് ഇടി വെട്ടുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിലെ എല്ലാ വെളിച്ചവും വിട്ടത്, അതായത് കറണ്ട് പോയിട്ട് പിന്നീട് വീണ്ടും ആ ലൈറ്റ്സ് ഒക്കെ തെളിയുന്നത് പോലെ ആയിട്ടാണ് ആ ഒരു ആളുടെ അപ്പോഴത്തെ അവസ്ഥേനെ ചിത്രീകരിക്കുന്നത്. കാരണം അയ്യോ പേഴ്സ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ ഒരു പരിഭ്രാന്തിയും, എന്നാൽ പേഴ്സ് തിരിച്ചു കിട്ടി എന്ന് കണ്ടപ്പോഴുള്ള ഒരു സമാധാനം. മെഹത്തെ ने कहा, भगवान तुझे सुखी रखे भैया, इसे कहाँ पाया, रास्ते में पड़ा था, इसमें कितने रुपए है. അപ്പം മെഹത്ത ഇങ്ങനെ പറയാണ്, ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഇത് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കും. അപ്പൊ ഗോകുല് പറയും അത് റോഡിൽ കിടക്കുമായിരുന്നു എന്ന്. എന്നിട്ട് ഗോകുല് ചോദിച്ചു ഇതിൽ എത്ര രൂപ ഉണ്ടെന്ന്. മെഹത്തേനെ ഹിസാബ് ലഗാക്കർ ബത്തായ 42 रुपये. അങ്ങനെ മെഹത്ത ഒന്നിനെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു 42 രൂപ ഉണ്ട്. एक अठन्नी, एक घिसी हुई बेकाम दुवन्नी, 10 या 12 आने पैसे, एक कागज, एक चांदी का छल्ला. അപ്പം ആ പേഴ്സിൽ വേറെ എന്തൊക്കെ 42 രൂപ കൂടാതെ പിന്നെ അണല്ലേ അങ്ങനെ ഉള്ള വാല്യൂലും കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഒരു പേപ്പറും ഉണ്ട്, അതുപോലെ തന്നെ एक चांदी का छल्ला, ഒരു സിൽവറിന്റെ റിംഗും ഉണ്ടായിരുന്നു. ഗോകുലിനെ ബട്ടുവ ഖോൽക്കർ റുപയെ ഗിനെ സബ് ठीक निकले. അപ്പം ഗോകുലാണെങ്കിൽ ആ വാലറ്റ് തുറന്നിട്ട് അതെല്ലാം എണ്ണി നോക്കി, അതെല്ലാം ശരിയായിരുന്നു. ബട്ടുവ हाथ में लेकर महते की आंखों में आंसू भर आए. बोले, इतनी बड़ी रकम पाकर भी जिसे उसका लोभ ना हो भैया, मैंने ऐसा आदमी आज तक नहीं देखा. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഗോകുല് ഇതൊക്കെ എണ്ണി നോക്കിയപ്പോൾ എല്ലാം ശരിയായിരുന്നു. അങ്ങനെ ഈ വാലറ്റ് തിരിച്ചു കിട്ടിയപ്പോൾ ഈ മെഹത്തയുടെ കണ്ണുനീര് നിറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയാണ്, ഇത്രയും പൈസ ഒരുമിച്ച് കിട്ടിയിട്ടും അതിന്റെ ലോഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലോഭം, അതിനെക്കുറിച്ച് ലോഭിക്കാത്ത നിങ്ങളെപ്പോലുള്ള ഒരാളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു ഗോകുലിനോട്. യദി കിസി ഓർ കോ യഹ് ബട്ടുവ മിൽത്താ തോ മേരാ മരൺ ഹോ ജാതാ, മേരാ റോം റോം അസീസ് രഹാ ഹൈ, ഭഗവാൻ തുമ്ഹെ സദാ സുഖി രഖേ. അങ്ങനെ ഈ മെഹത്ത പറയാണ്, വേറെ ആർക്കെങ്കിലും ആയിരുന്നു ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു, ഞാൻ അങ്ങനെയാണെങ്കിൽ മരിച്ചെന്നെ പോയേനെ. എന്നിട്ട് വീണ്ടും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പറയാണ്. യഹ് കഹക്കർ മെഹത്തേനെ ബട്ടുവേ സെ നിക്കാൽക്കർ ഗോകുൽ കോ 2 रुपये देने चाहे. അപ്പൊ അത്രയും പറഞ്ഞിട്ട് പിന്നെ ഗോകുൽ ഇത്രയും ദൂരം ഓടി വന്നിട്ട് ഈ പേഴ്സ് ഒക്കെ കൊടുത്തതല്ലേ, അപ്പം ഗോകുലിന് 2 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് മെഹത്ത തീരുമാനിച്ചു. അങ്ങനെ കൊടുക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. उसने सिर हिलाकर कहा, मेरे बापा ने किसी से भीख लेने के लिए मुझे मना कर दिया है, मुफ्त के रुपये मैं न लूंगा. അപ്പം ഗോകുല് പറയാണ്, വേണ്ട അത് തല ആട്ടിട്ട് പറഞ്ഞു, വേണ്ട
വേണ്ട എന്നുള്ള രീതിയിലാണ് തലാട്ടുന്നത്. എന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് ആരുടെ കയ്യിൽ നിന്നും ഭീക്ക് എന്ന് വെച്ചാൽ ഭിക്ഷ വാങ്ങരുത് എന്നുള്ളതാണ്. അതായത് ഞാൻ പ്രയത്നിക്കാതെ ജോലി ചെയ്യാതെ എനിക്കൊന്നും വേണ്ട, മുഫ്ത് കി റുപയെ മാൻ നാ ലൂങ്ക, ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാൻ സ്വീകരിക്കില്ല. മെഹത്തെ കെ സജൽ നേത്ര വിസ്മയ സെ ഖുലെ ഹി രഹ ഗയെ, ഗോകുൽ थोड़ी ही देर में उस अंधकार में उनकी आंखों से ओझल हो गया. അപ്പോൾ മെഹത്തയുടെ കണ്ണുകൾ വിസ്മയത്താൽ കുറച്ചധികം നേരം ഇങ്ങനെ തുറന്നു തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ തന്നെ ആ ഇരുട്ടത്ത് ഗോകുല് അപ്രത്യക്ഷനായി എന്നാണ് പറയണത്. സബ് वृत्तांत सुनाकर गोकुल अपराधी की भांति खड़ा खड़ा बोला, बप्पा आज खाने के लिए कुछ नहीं है. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട്, ഇതൊക്കെ ഗോകുൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഗോകുല് പിന്നെയും വിഷമിച്ച് ഇങ്ങനെ പറയാണ്, അച്ഛ പക്ഷെ ഇന്ന് ഇവിടെ കഴിക്കാനായിട്ട് ഒന്നുമില്ല എന്ന്. മെഹത്തെ സെ കുച്ച് ഉധാർ മാംഗ് ലാത്താ തോ സബ് ठीक हो जाता, मेरी समझ में यह बात उस समय आई ही नहीं. അപ്പം ഗോകുല് പറയാണ്, സത്യത്തിൽ മെഹത്തയുടെ അടുത്തുനിന്ന് കുറച്ച് പൈസ ഉധാർ മാംഗ്ലാത്ത, കടം വാങ്ങിയിട്ട് വന്നിരുന്നെങ്കിൽ എല്ലാം ശരിയായേനെ. പക്ഷെ എന്റെ മനസ്സിലപ്പം അങ്ങനത്തെ ഒരു കാര്യം വന്നില്ല എന്നിങ്ങനെ പറയാണ്. അതിന്റെയാണ് ആ വിഷമവും കുറ്റബോധമൊക്കെ. ബുദ്ധൻ കി ആഖോ സെ ഝർ ഝർ ആസു ഝർനെ ലഗെ. അങ്ങനെ ഇത് കേട്ടതോട് കൂടിയിട്ട് ബുദ്ധന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഗോകുൽ കോ अपनी दोनों भुजाओं में भरकर उसने छाती से लगा लिया. आनंदादिरेग ने उसका कंठावरोध कर दिया. അങ്ങനെ ഇത്രയും കേട്ടതോട് കൂടിയിട്ട് അച്ഛൻ, അതായത് ബുദ്ധൻ ഗോകുലിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചു. ഛാത്തി സേ ലഗാലിയ എന്ന് പറഞ്ഞാൽ അതാണ്, നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് സന്തോഷം കൊണ്ട്, ആനന്ദാതിരേഗ്നെ എന്നാണ്, സന്തോഷം കൂടുതലായതുകൊണ്ട്, സന്തോഷം കൊണ്ടാണ് അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അതാണ് കണ്ഠാവരോധ് കർദിയ എന്ന് പറയുന്നത്. ഉസേ മാലൂം ഹുവാ കി ഉസ്കെ ക്ഷുദ്ധിത് और निर्जीव शरीर में प्राणों का संचार हो गया है. അപ്പം ആണ് ബുദ്ധന് തോന്നിയത് അദ്ദേഹത്തിന്റെ ഈ നിർജീവായിട്ടുള്ള, അതുപോലെ തന്നെ ക്ഷുദ്ധിത് എന്ന് പറഞ്ഞാൽ എന്താണ്, വിശപ്പോടെ ഇരിക്കുന്ന ഈ ഒരു ശരീരത്തില് പുതിയൊരു പ്രാണൻ കിട്ടിയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഉസേ ജിസ് തൃപ്തി കാ അനുഭവ ഹോനെ ലഗാ വ ദോ एक दिन की तो बात ही क्या जीवन भर की क्षुद्धा शांत कर सकती है. അപ്പം ഒരു ദിവസമോ 2 ദിവസമോ ഉള്ള ഒരു വിശപ്പ് മാറ്റാൻ മാത്രമല്ല, ഇനി ജീവിതകാലം മൊത്തമുള്ള ആ ഒരു വിശപ്പ് മാറ്റാനുള്ള അത്രയും തൃപ്തിയാണ് ആ ഒരു മൊമെന്റില് ഈ ബുദ്ധന് കിട്ടിയത്, മകൻ ചെയ്ത ഈ പ്രവൃത്തി കാരണം. धन संपत्ति मान और बड़ाई सब उसे तुच्छ से प्रतीत होने लगे, मानो एकाएक उसके सब दुख रोग दूर हो गए हैं. അപ്പൊ ഈ ഒരു മൊമെന്റിലാണ് ബുദ്ധന് തോന്നിയത് ധനം, സമ്പത്തി, അതുപോലെ തന്നെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുച്ഛായിട്ടുള്ള കാര്യമാണെന്നും, അതുപോലെ തന്നെ ഈ ഒരു മൊമെന്റില് അദ്ദേഹത്തിന്റെ എല്ലാ അസുഖങ്ങളും അദ്ദേഹത്തിന് മാറി എന്നും തോന്നി, സുഖപ്പെട്ടു എന്ന് തോന്നിയത്. അബ് ബിനാ കിസി ചിന്ത കെ മൃത്യു കാ ആലിംഗൻ ഇസി ക്ഷൺ കർ സക്താ ഹൈ. അപ്പം ഇനിയാണെങ്കിൽ ഒരു ചിന്തയും കൂടാതെ ഈ ഒരു മൊമെന്റിൽ അദ്ദേഹം മരിച്ചാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. ബഡി ദേർ മേ അപ്നെ കോ സംഭാൽ കർ ബുദ്ധൻ ബോല, അച്ഛാ ഹി കിയ ബേട്ട ജോ തു മെഹത്തെ സെ റുപയെ ഉദാർ നഹി ലായ. അങ്ങനെ കുറച്ച് സമയം നിന്ന് തന്നെ കൺട്രോൾ ചെയ്തിട്ട് ബുദ്ധൻ പറയാണ്, നീ മെഹത്തയുടെ അടുത്ത് നിന്ന് കടം വാങ്ങി വരാതിരുന്നത് നന്നായി. വ ഉദാർ മാംഗന ബി ഏക് തരഹ കാ മാംഗന ഹി ഹോത്ത, ഭഗവാൻ ने तुझे ऐसी ബുദ്ധി ദി ഹെ മേ തോ യഹി ദേക്കർ നിഹാൽ ഹോ ഗയ. അപ്പം അച്ഛൻ പറയുന്നത്, നീ അങ്ങനെ കടായിട്ട് വാങ്ങിയിരുന്നെങ്കിലും ഒരു തരത്തിൽ അതിങ്ങനെ ചോദിച്ചു വാങ്ങുന്നത് പോലെ തന്നെയല്ലേ. അപ്പം ഭഗവാൻ നിനക്ക് നല്ല ബുദ്ധി തന്നിട്ടുണ്ട്, അത്രയും കൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തുഷ്ടനാണെന്ന് പറയാണ്. ദോ ഏക് ദിൻ കി ഭൂഖ് ഹമാരാ കുച്ച് നഹി ബിഗാഡ് സക്തി, ജിസ് तरह चातक अपने प्राण देकर भी मेघ के सिवा किसी दूसरे का जल लेने का व्रत नहीं तोड़ता, उसी तरह तू भी ईमानदारी की ടേക്ക് നാ ചോടന. അപ്പം അച്ഛനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, എങ്ങനെയാണോ ചാതക് എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ദാഹിച്ചാലും മറ്റുള്ള ജീവികളുടെ വെള്ളം ഒന്നും എടുക്കാത്തത്, അതുപോലെ തന്നെ നീ ഈ ഈമാൻദാരിയുടെ പാത വിട്ട് സഞ്ചരിക്കരുത്. ഈമാൻദാരി എന്ന് വെച്ചാൽ എന്താണ്, ഓണസ്റ്റി, സിൻസിയറിറ്റി, സത്യസന്ധത. ആ സത്യസന്ധയുടെ മാർഗം വിട്ട് നീ സഞ്ചരിക്കരുത് എന്നും അതിനെ മുറുകെ പിടിക്കണം എന്ന് പറയാണ്. മുझे मालूम हो गया यह तू मुझसे भी अच्छी तरह जानता है, फिर भी कहता हूँ सदा ऐसे ही मती रखना, चाहे जितनी बड़ी विपत्ति पड़े अपनी नियत ന ഢുലാന. അങ്ങനെ അച്ഛൻ പറയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ
സിറ്റുവേഷൻ എങ്ങനെ മാറിയാലും നീ ഈ ഈമാൻദാരി കൈവിടരുത് എന്ന്. ഊപ്പർ ചാതക് പുത്ര സുൻ രഹാ ഥാ. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബുദ്ധൻ കിടക്കുന്ന ആ കട്ടിലിന്റെ മുകളിലായിട്ടാണ് ഈ നീമിന്റെ വൃക്ഷത്തിന്റെ ചില്ലകൾ ഉള്ളത്. അതിൽ ഈ ചാതക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവര് സംസാരിക്കുന്നതൊക്കെ ഈ ചാതക് കേക്കാണ്. ഉസ്കെ ആഖോं से भी झरझर आंसू झरने लगे बड़ी कठिनता से वह रात बिता सका. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഈ ചാതക് പുത്രന്റെ കണ്ണ് നിറഞ്ഞു ഇങ്ങനെ ഒഴുകാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചാതക് പുത്ര അന്നത്തെ രാത്രി അവിടെ സ്പെൻഡ് ചെയ്തത്. पो फटते ही बड़े सवेरे वह फिर उड़ा, परंतु आज वह विपरीत दिशा को चला, उसी दिशा को जिधर से वह आया था. അപ്പോ രാവിലെ അങ്ങോട്ട് ആവുമ്പോഴേക്കും, നേരം വെളുക്കുമ്പോഴേക്കും, പോ ഫട്ടേഹി എന്ന് പറഞ്ഞാൽ അതാണ്, സൂര്യൻ ഉദിക്കുമ്പോഴേക്കും അത്രയും നേരത്തെ ഈ ചാതക് പറക്കാൻ വേണ്ടി തുടങ്ങാണ്. പക്ഷെ ഈ ഗംഗാജൽ കിട്ടുന്ന സ്ഥലത്തേക്ക്, ഗംഗയുടെ ഡയറക്ഷനിലല്ല പറഞ്ഞത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ചാതക് എവിടെ നിന്നാണോ വന്നത് ആ ഡയറക്ഷനിലാണ് പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഉസ്കി ഉഡാൻ പഹലെ സെ തേസ് ഹോ ഗയി थी, फिर भी अपने कोटर तक पहुंचने में उसे 4 दिन की जगह 7 दिन लग गए. അപ്പം പണ്ടത്തേനേക്കാളും സ്പീഡിലാണ് പറന്നത് ചാതക്. പക്ഷെ കോട്ടറിൽ എത്താൻ വേണ്ടിയിട്ട് 4 ദിവസത്തിന് പകരം 7 ദിവസം എടുത്തു ചാതകിന്. दूसरे दिन से ही मेघों ने उठकर ऐसी झड़ी लगा दी कि बीच बीच में कई जगह रुककर ही वह वहां तक पहुंच सका. അപ്പം എന്തുകൊണ്ടാണ് 7 ദിവസം എടുത്തത്? അത്രയും മഴ പെയ്തതുകൊണ്ട്. അങ്ങനെ അത്രയും മഴ പെയ്യുമ്പോൾ ചാതകിന് എവിടെയെങ്കിലും നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇടയിലിടയിൽ നിന്നത് കൊണ്ടാണ് 7 ദിവസം പിടിച്ചത് കൂട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു കഥ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓരോരുത്തരും അപ്ഹോൾഡ് ചെയ്യേണ്ട കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ഒന്നായിട്ടാണ് ഈമാൻദാരിനെ കുറിച്ചാണ് ഇവരിവിടെ ഈ ഒരു സ്റ്റോറിയിൽ മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പം എങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ വന്നാലും നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്ന ആദർശങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന ആ ആദർശങ്ങളെ വിട്ട് പോവരുത് എന്നുള്ളതാണ് ഈ ഒരു കഥയുടെ മോറലായിട്ട് പറയുന്നത്. അപ്പം ചാതക് പുത്രന്റെ അച്ഛൻ, അതായത് ചാതക് ആ പക്ഷി പറഞ്ഞത് ഇതാണ്, നമ്മളെപ്പോഴും കുടിക്കുന്നത് മഴവെള്ളമാണ്, അല്ലാണ്ട് മറ്റു ജീവികൾക്ക് വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ സംഭരിച്ച് വെച്ചിട്ടുള്ള വെള്ളം നമ്മുടേതല്ല. അതുപോലെ തന്നെയാണ് ഈ കുട്ടീറിന്റെ ഭാഗത്ത് ബുദ്ധന്റെ മകൻ ഗോകുലും ചെയ്യണത്. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു പൈസയ്ക്ക്, അപ്പൊ ആ പേഴ്സ് അല്ലെങ്കിൽ ആ വാളറ്റ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ കാറില് ആളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വീണു പോയത്. അപ്പൊ ഗോകുൽ അത് എടുത്തിട്ട് പോയിരുന്നെങ്കിലും ആരും അറിയില്ലായിരുന്നു. പക്ഷെ ഗോകുല് എന്താണ് ചൂസ് ചെയ്തത്? ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുക, തന്റെ സത്യസന്ധത കൈവിടാതെ സൂക്ഷിക്കുക എന്നാണ് ഗോകുല് തീരുമാനിച്ചത്. അതാണ് ഗോകുലിന്റെ അച്ഛൻ പഠിപ്പിച്ചതും. അപ്പം എന്തൊരു സിറ്റുവേഷൻ വന്നാലും ആ സത്യസന്ധത കൈവിടരുത് എന്നാണ് ഈ ഒരു കഥയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.